വിത്തു കാണുമ്പോൾ നമ്മൾ ഓർക്കുക, അതിനുള്ളിൽ പൊട്ടുപോലുറങ്ങുന്ന തായ്മരത്തിനെ കൂടി. വരണ്ടുണങ്ങിയ മണ്ണ്, അതിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു കൊച്ചു വിത്ത്. പുതുമഴയിൽ അത് പൊട്ടിമുളയ്ക്കുന്നു. പിന്നെ പതിയെ പതിയെ വളർന്ന് ശാഖോപശാഖകളായി വിടർന്ന് പടർന്നു പന്തലിച്ച് അതങ്ങനെ നിലകൊള്ളുന്നു. ചുറ്റും ജീവവായു പകർന്ന് അതങ്ങനെ ഒരു ലോകമായി നിൽക്കുന്നു. അപ്പോൾ അതിന്റെ തണലിൽ ഒരുപാട് പേർ വിശ്രമിക്കുന്നു. ചില്ലകളിൽ ഒത്തിരി കിളികൾ കൂടുകൂട്ടുന്നു. സാഹിത്യവും അതുപോലെയാണ്. മനസ്സിന്റെ മണ്ണിൽ പതിയുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങളോ സന്ദർഭങ്ങളോ ഭാവനയുടെ നനവിൽ പൊട്ടിമുളച്ച് പതിയെ പതിയെ വളർന്ന് അനുവാചകരുടെ മനസ്സിൽ അറിവും ആനന്ദവും പകർന്ന് അതങ്ങനെ നിലകൊള്ളുന്നു. മണ്ണും മഴയും എന്ന ഈ പരമ്പരയിലൂടെ സാഹിത്യവർഷത്തിലെ കൊച്ചു കൊച്ചു ഫലങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഓണം മഹത്വപൂർണമായ ഒരു സങ്കല്പം. ആ സങ്കല്പത്തിന്റെ വിത്ത് മണ്ണിൽ പാകിയ മഹാനുഭാവന് പ്രണാമം. ആ വിത്ത് മുളയ്ക്കുന്നതും തഴച്ചു വളരുന്നതും തണലായി തീരുന്നതും നമുക്ക് സ്വപ്നം കാണാം. ആ സ്വപ്ന സാഫല്യത്തിലേക്കുള്ള ചുവടുവയ്പ്പുകളാവട്ടെ ഓരോ ഓണാഘോഷവും, അതിനായുള്ള പരിശ്രമങ്ങളാവട്ടെ ഓരോ പൂക്കളങ്ങളും, ആ പരിശ്രമത്തിന്റെ ആയാസം അകറ്റുന്നതാവട്ടെ ഓരോ ഓണപ്പാട്ടുകളും. തുമ്പയില്ല തുമ്പിയില്ല തുമ്പി തുള്ളൽ കളിയില്ല, പൂക്കൾ തേടി പോകാനൊട്ടു പറമ്പുമില്ല. ഓ തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തകതൈതോ, ഓ തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തകതൈതോ. കൊള്ളാമല്ലോ, ഇതാരുടെ വരികളാണ്? ഓണക്കാലമല്ലേ? നമ്മുടെ സ്ഥലനിവാസി കൂട്ടായ്മയുടെ ഓണാഘോഷ പരിപാടികൾക്കായി ഒരു വഞ്ചിപ്പാട്ട് എഴുതി ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ആഹാ, അടിപൊളി. ഓണക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും നമ്മൾക്ക് നഷ്ടബോധമാണ് നൽകുന്നത് അല്ലേ? ഓണക്കാലത്തെ കുറിച്ചുള്ള എല്ലാ ഓർമ്മകളിലും ഉണ്ട്, എല്ലാ എഴുത്തിലുമുണ്ട് ഈ ഗൃഹാതുരത്വം. അതെന്തുകൊണ്ടാണ് അങ്ങനെ? കുട്ടിക്കാലത്തെ ഓണാഘോഷമല്ലേ ഇക്കാലം എത്രയും നമ്മുടെ മനസ്സിലുള്ളത്. ഇപ്പോഴും ആഘോഷങ്ങളുണ്ട്, പക്ഷെ അതിൽ ഓണത്തിന്റെ തനിമയോ പൊലിമയോ കാണാനുണ്ടോ? ഓണം ആഘോഷിക്കുക എന്നതിലുപരി ഓണത്തിന്റെ പൊരുൾ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അന്നൊക്കെ ഓണസദ്യക്ക് ഇലയിട്ട് ഗണപതിക്ക് വിളമ്പുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ടായിരുന്നു. കാരണവന്മാർ ഗണപതിക്ക് വിളമ്പി മുറി അടച്ച് തിരിച്ചു വരുമ്പോ ഞാനൊക്കെ പോയി ഒളിച്ചിരുന്ന് മുറിയിൽ ഗണപതി വന്നോ എന്ന് നോക്കുമായിരുന്നു. തിരുവോണ ദിവസം രാവിലെ മുതൽ മഹാബലിയെ കാത്ത് പഠിക്കൽ കണ്ണും നട്ടിരിക്കും. അവസാനം സന്ധ്യ ആകുമ്പോൾ അമ്മയോട് ചോദിക്കും, മഹാബലി വന്നില്ലല്ലോ, എന്തു പറ്റിയത്? അപ്പോഴമ്മ പറയും, മഹാബലിയൊക്കെ വന്നുപോയി, നീ കണ്ടില്ലേന്ന്. അപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് മഹാബലിയെ കാണാൻ പറ്റാത്തതില്. എന്നെ കാണാതെ മഹാബലി മടങ്ങിപ്പോയി എന്ന് വിചാരിക്കും. നിഷ്കളങ്കമായ ബാല്യമല്ലേ? ഇന്നത്തെ കുട്ടികൾക്ക് ഈ അനുഭവങ്ങളൊന്നുമില്ല. മൊബൈലും വീഡിയോയും ഒക്കെ ആയി അവർ ആഘോഷത്തിമിർപ്പിലാണ്. കലണ്ടറിലെ അവധി ദിവസങ്ങൾ മാത്രമാണ് ഇന്ന് കുട്ടികൾക്ക് ഓണം. എങ്കിലും മലയാളി ഓണത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമല്ലേ? തുമ്പയും മുക്കുറ്റിയും മഹാബലിക്ക് ഇഷ്ടപ്പെട്ട കൊച്ചു കൊച്ചു പൂകളും തേടി അലയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് എല്ലാവരും ഒന്നാണെന്നുള്ള വലിയ സങ്കല്പമാണ്, സന്ദേശമാണ്. ഒരുപാട് പൂവുകൾ നിരനിരയായി നിന്നപ്പോഴും നാണിച്ച് ഒതുങ്ങി നിന്ന തുമ്പയെ ശിരസിലേറ്റി മഹാബലി എളിമയുടെ സന്ദേശം നമ്മൾക്ക് തരികയാണ് ചെയ്തതല്ലേ? ആ കാലങ്ങളൊക്കെ ഇനി തിരിച്ചു വരുമോ? എല്ലാം ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ എല്ലാ മനസ്സുകളിലും നിറയണം. സ്നേഹത്തിന്റെ മഹത്വം ഉൾക്കൊള്ളാതെ നിലനിൽക്കില്ല. പൂക്കളത്തിന് നടുവിൽ വെക്കാൻ തുമ്പപ്പൂവ് തേടി നടക്കുമ്പോഴാണ് ഈ വരികൾ മനസ്സിലേക്ക് വന്നത്. നിരീക്ഷണവും ഭാവനയും ഭാഷയുമാണല്ലോ എഴുത്തിന് മുഖ്യം. ബാക്കി വരികൾ കൂടി എഴുതി ചേർക്കും